നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഇതിന് കൃത്യമായ ഉത്തരം പറയേണ്ടത് മാനസേ. എനിക്കറിയേണ്ടത് സത്യമാണ്. മാനസ ഇപ്പോ ഗർഭിണിയാണ്. ആ ഗർഭം എങ്ങനെ ഉണ്ടായതാണെന്ന് നിങ്ങൾക്കറിയോ? ഇല്ല മാഡം. അപ്പൊ ഈ പരാതിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് രണ്ടുപേർക്കും അറിയില്ല അല്ലേ? ഇല്ല. ഈ മാനസ സൂര്യയുടെ ഭാര്യ ആവേണ്ടിയിരുന്ന കുട്ടിയാണോ? മാഡം, ഞാനും സൂര്യയും ചെറുപ്പം മുതലേ അടുപ്പത്തിലായിരുന്നു. പിന്നെ എങ്ങനെയാ മാനസ സൂര്യയുടെ ഭാര്യ ആകുന്നത്? അങ്ങനെയാണെങ്കിൽ സൂര്യയും മാനസയും തമ്മിലുള്ള വിവാഹം എങ്ങനെയാ കതിർമണ്ഡപം വരെ എത്തിയത്? മാഡം, സൂര്യയുടെ അമ്മ ജയനിർമ്മല ആന്റിയെ വശത്താക്കി ഈ പരാതി തന്നിരിക്കുന്ന അജയനും പ്രസീതയും നടത്തിയ ഒരു നാടകമായിരുന്നു അത്. അവര് വിചാരിച്ച കാര്യങ്ങളൊന്നും അന്ന് നടന്നില്ല. ദൈവം ഇപ്പോ അവരെ ഇങ്ങനൊരവസ്ഥയിൽ കൊണ്ടെത്തിച്ചതാണ്. അപ്പോ മാനസയെ നിങ്ങളൊന്നിനും പ്രേരിപ്പിച്ചിട്ടില്ല. മാനസയുടെ അച്ഛന്റെ പരാതി വ്യാജമാണെന്ന് അല്ലേ? അതെ മാഡം, ഒരിക്കലും അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല മാഡം. മാനസയുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞ് അവളെ കല്യാണം കഴിക്കാൻ പോകുന്ന ആളുടെയാ. അതാരാണെന്ന് അവൾക്കേ അറിയൂ. അല്ലാതെ നിങ്ങൾക്ക് രണ്ടാൾക്കൊന്നും അറിയില്ല. ഇല്ല മാഡം. ഓക്കെ, നിങ്ങൾ പൊക്കോളൂ. താങ്ക് യു മാഡം. മാനസ, മേ ഐ കം ഇൻ മാഡം? കം ഇൻ. ഇരിക്കൂ. മാനസ. അതെ മാഡം. മാനസയോട് ഞാൻ ചോദിക്കാൻ പോകുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഉത്തരം തരണം. ഓക്കെ? ഓക്കെ മാഡം. മാനസ ഈ നാട്ടിലേക്ക് വരുന്നത് വരെ അച്ഛനും അമ്മയായിട്ട് ഒരിക്കലെങ്കിലും പിണങ്ങിയിട്ടുണ്ടോ? എന്താ, ഞാൻ ചോദിച്ചത് മനസ്സിലായില്ലെന്നുണ്ടോ? അതെ മാഡം. മാനസ ജനിച്ച നാള് മുതൽ ഇത്രയും വർഷം, അത് നാട്ടിലാണെങ്കിലും വിദേശത്തായാലും, അച്ഛനോടും അമ്മയോടും പിണങ്ങി മാറി നിന്നിട്ടുണ്ടോ? ഇല്ല മാഡം. പിന്നെന്താ ഇപ്പൊ ഒരു മാറ്റം? അത് ഞാനൊരു ചെറുപ്പക്കാരനുമായിട്ട് ഇഷ്ടത്തിലായിരുന്നു. അച്ഛനും അമ്മയ്ക്കും അത് ഇഷ്ടമല്ല. അങ്ങനെയാ ഞാൻ ആന്റിയോടൊപ്പം കൂടിയത്. അത് മാത്രമാണോ സത്യം? മാനസ ഇപ്പൊ ഗർഭിണിയല്ലേ? എന്താ, ശരിയല്ലേ? അതെ മാഡം. മാനസയെ ഞാൻ അധികം ബുദ്ധിമുട്ടിക്കുന്നില്ല. ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള ഉത്തരം തരണം. ശരി മാഡം. അറിയാലോ, ഇന്നത്തെ കാലം വളരെ മോശമാണ്. വാഗ്ദാനം തരാനും പുകഴ്ത്താനും പ്രലോഭിപ്പിക്കാനും ഒക്കെ ആൾക്കാരുണ്ടാവും. പക്ഷെ ഒന്ന് വീണു പോയാൽ തിരിഞ്ഞു നോക്കാൻ പോലും ആരും ഉണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഉത്തരം തരണം. ഓക്കെ? ഓക്കെ മാഡം. മാനസ കൃത്രിമ ഗർഭധാരണത്തിലൂടെയാണോ ഗർഭിണിയായത്? ഒരിക്കലും അല്ല മാഡം. ഞാൻ പറഞ്ഞില്ലേ മാഡം, എനിക്ക് ഒരാളെ ഇഷ്ടമാണ്. ഞങ്ങൾ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. എന്റെ വയറ്റിലുള്ളത് അദ്ദേഹത്തിന്റെ കുഞ്ഞാ. അച്ഛൻ വെറുതെ തെറ്റിദ്ധരിച്ച പരാതി തന്നിരിക്കുന്നത്.
ഈ കേസിന് ശരിയായൊരു തീർപ്പുണ്ടാവണല്ലോ മാനസ. അപ്പൊ എനിക്ക് ചോദ്യങ്ങൾ ചോദിച്ചല്ലേ പറ്റൂ. എനിക്ക് ഒരു ചോദ്യം കൂടി മാനസയോട് ചോദിക്കാനുണ്ട്. മാനസയെ വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞിരിക്കുന്ന മാനസയുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന്റെ അച്ഛനാരാ? മാനസയുടെ വ്യക്തിപരമായ കാര്യമാണ്. പക്ഷേ സമൂഹത്തിൽ കുറച്ച് നിലയും വിലയുള്ള ഇത്രയും പേരെ ഈ കേസിൽ മാനസയുടെ അച്ഛനമ്മമാർ ഉൾപ്പെടുത്തിയിരിക്കുന്നതുകൊണ്ട് മാനസ ഈ കാര്യത്തിൽ സത്യം പറഞ്ഞേ പറ്റൂ. പേടിക്കണ്ട, ആ വ്യക്തിയെ ആരും ഒന്നും ചെയ്യാൻ പോകുന്നില്ല. മനസ മനസ അറിയോ? ഓക്കെ, എന്താ? അയ്യോ, സ്വപ്ന സ്വപ്ന, ഈ കുട്ടി എന്തു പറ്റി മോളെ? ഏയ് മോളെ, അതിന്റെ പേരൻസിനെ ഒന്ന് വിളിച്ചേ. കുട്ടി മനസ, കുട്ടി മോളെ മനസ. മനസ, എഴുന്നേക്ക് വാ. മതി. നീ വിഷമിക്കാതെ മോളെ, എല്ലാത്തിനും വഴിയുണ്ടാവും. ആന്റി നോക്കിക്കോ, അച്ഛനും അമ്മ ഇനി എന്തൊക്കെ കളി കളിച്ചാലും ഞാൻ തോറ്റു കൊടുക്കില്ല. ആദ്യം സ്വയം നന്നാവട്ടെ, എന്നിട്ട് മതി സ്വന്തം മോളെ സംരക്ഷിക്കുന്നത്. മനസ, നീ പറഞ്ഞതൊന്നും വനിതാ കമ്മീഷൻ വിശ്വസിച്ചിട്ടില്ല. അതുകൊണ്ട് നാളെയും ശക്തമായ രീതിയിൽ തന്നെ വിചാരണ ഉണ്ടാവും. മധുരാമിനെ പോലെ കാശ് തിന്നുന്ന ഒരു അഡ്വക്കേറ്റിനെ ചുമതലപ്പെടുത്താൻ എന്തായാലും നിന്റെ അച്ഛനും അമ്മയ്ക്കും പറ്റില്ല. അപ്പൊ പിന്നെ ഇതിന് പിന്നിൽ അനിരുദ്ധനും അംബാലിക ആന്റിയും തന്നെയായിരിക്കും. അപ്പോ അംബാലിക സ്ഥലത്തില്ലെങ്കിലും ചരടുവലി കൃത്യമായി നടക്കുന്നുണ്ടല്ലേ? ആന്റിക്ക് എന്തറിയാം? അവരെവിടെ പോയാലും മനസ്സ് മൊത്തം ഇവിടെയായിരിക്കും. ഇങ്ങനെയുള്ളവരാണോ തീർത്ഥാടനത്തിനൊക്കെ പോകുന്നത്? ആരൊക്കെ വന്നാലും എന്തൊക്കെ ചോദിച്ചാലും ഞാൻ എന്റെ തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിൽക്കും സൂര്യ. അതിന് നാളെ അവര് ചോദിക്കാൻ പോകുന്നത് എന്താന്ന് നമുക്ക് അറിയില്ലല്ലോ മോളെ. അതെ മനസ്സ, നമ്മുടെ അഡ്വക്കേറ്റിന് നമ്മൾ കൊടുത്തിട്ടുള്ള അറിവുകളല്ലേ ഉള്ളൂ. അല്ലാതെ പുതുതായിട്ട് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അവരുടെ നീക്കം എന്താന്ന് നമ്മൾ അറിയണം. ഇനി ആലോചിക്കാനൊന്നുമില്ല. ഒരു കാരണവശാലും നിയമവിരുദ്ധമായാണ് മാനസിക ഗർഭധാരണം നടത്തിയതെന്ന് തെളിയിക്കാൻ പാടില്ല.